ഒരുപക്ഷെ രാജ്യത്തെ തന്നെ വലിയൊരു നഷ്ടം, രാജ്യത്തിന് തന്നെ നഷ്ടം എന്ന് വിലയിരുത്തേണ്ടി വരുന്നു. 3 തവണ പത്മ അവാർഡുകൾ നൽകി രാജ്യം തന്നെ ആദരിച്ചിട്ടുള്ള മഹാപ്രതിഭയാണ് ഇവിടെ ചൊല്ലുന്നത്. ലല്ലു കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലല്ലു, ഓർത്തെടുക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഓരോ നിമിഷവും തൻ്റെ പ്രവർത്തന മണ്ഡലത്തെ കൂടുതൽ പോളിഷ് ചെയ്യുക, ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് എത്തുമ്പോൾ ആസ്വാദകൻ അധികമായി എന്തെങ്കിലും നൽകാൻ സാധിക്കണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു കലാകാരൻ. അങ്ങനെയുള്ള കലാകാരന്മാർ ഏത് മേഖലയിലെടുത്താലും കുറവായിരിക്കും, പ്രത്യേകിച്ച് ഉന്നതമായ പുരസ്കാരങ്ങളും ഒരു വലിയ പദവികളുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല സാക്കിർ ഹുസൈൻ. ആ പ്രതിഭയെ എങ്ങനെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക? അദ്ദേഹത്തിന്റെ അവസാന 3 ഗ്രാമി അവാർഡുകൾ, അത് അദ്ദേഹത്തിന്റെ ലഭിച്ച സമയം ഏതാണെന്ന് വെക്കുമ്പോഴാണ് ഓർക്കുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ഉന്നതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനത്തെ 3 ഗ്രാമി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കുന്നത്. അതായത് ജീവിതത്തിന്റെ ഇപ്പോ 73-ാം വയസ്സിലും അദ്ദേഹം അത്രത്തോളം സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമേഖലയിൽ എന്നാണ് നമുക്ക് പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തബല എന്ന വാദ്യോപകരണം, അത് ഒരുപക്ഷെ ഇന്ത്യൻ താളം ലോകത്തിന്റെ നെറുകയിൽ കൊണ്ട് കെട്ടിയ ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് സക്കീർ ഹുസൈൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഗായത്രി മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്ത്യൻ അഭിലാഷിന്റെ എല്ലാ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഈ മിലേശ്വർ എന്ന ആ ഗാനത്തിൽ അച്ഛനോടൊപ്പം, മഹാനായ അച്ഛനോടൊപ്പം തബല വായിക്കുന്ന സക്കീർ ഹുസൈനാണ്. ആ ചിരി, അദ്ദേഹത്തിന്റെ മുഖത്തെ ചിരി, അദ്ദേഹം ഏത് വേദിയിലെത്തിയാലും മറ്റ് കൂടെയുള്ള ആളുകളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ആ വ്യക്തിത്വവും എല്ലാം അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള, അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ള മുഴുവൻ മനുഷ്യരും, മുഴുവൻ കലാകാരന്മാരും, അദ്ദേഹത്തെ ഒരുവനും കുട്ടന്മാരൊക്കെ പറയുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ ഇത്രമാത്രം ഇതിനും ഇത്രയേറെ പ്രശസ്തിയിൽ നിൽക്കുമ്പോഴും ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന മറ്റുള്ള കലാകാരന്മാരെ ബഹുമാനിക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന മഹാനായ ഒരു കലാകാരൻ. പ്രത്യേകിച്ച് ഇപ്പോ വയലിനായാലും ഫ്ലൂട്ടായാലും ഗിറ്റാറായാലും മറ്റുള്ളവായി ഇഴുകിച്ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാരുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടും അദ്ദേഹം വേദിയിൽ കൊണ്ടുവന്ന വിസ്മയങ്ങൾ നമുക്കറിയാം. ഈ കുട്ടന്മാരാർ പറഞ്ഞ പോലെ തന്നെ ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും അദ്ദേഹവുമായി സ്റ്റേജിൽ നടത്തിയ പ്രകടനം, നമ്മുടെ മറ്റ് സംഗീതോപകരണങ്ങൾ അതിലെ വിദഗ്ധന്മാരുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രകടനങ്ങളെല്ലാം, അതായത് ഓരോ വേദിയിലും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ, വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, തീവ്രമായ ആഗ്രഹങ്ങൾ. സൂര്യകൃഷ്ണമൂർത്തി സാർ പറഞ്ഞത്, അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ്. അതാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഓരോ നിമിഷത്തിൽ പുതുമ കണ്ടെത്താനുള്ള ഒരു ശ്രമം. വ്യക്തിപരമായി പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാൻപ്രസത്തിന്റെ സംഗീത വിഭാഗത്തിന്റെ ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ കലാകാരന്മാരെയും എല്ലാം ഒരുപോലെ നന്നായി സ്നേഹിച്ചിരുന്ന, ആദരിച്ചിരുന്ന ഒരു മനുഷ്യൻ. ലോകം 2016 അദ്ദേഹം വൈറ്റ് ഹൗസിൽ അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ക്ഷണപ്രകാരം അവിടെ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നു. സാക്കിർ ഹുസൈൻ എന്ന വിസ്മയം പരന്നൊഴുകാത്ത വേദികൾ ലോകത്തെങ്ങുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ എവിടെയൊക്കെ താളവും സംഗീതവും ഉണ്ടോ അവിടെയെല്ലാം പാഞ്ഞു ചെന്ന, അവിടെയെല്ലാം ഒഴുകിച്ചേർന്ന ഒരു മഹാവിസ്മയമാണ് സാക്കിർ ഹുസൈൻ. ആ മഹാവിസ്മയം ആണ് ഇനിയില്ല. തബലയിൽ താളവിസ്മയം തീർക്കാൻ സാക്കിർ ഹുസൈൻ ഇല്ല എന്നുള്ള വേദനാജനകമായ വാർത്ത തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരാഴ്ചയോളമായി അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു എന്നുള്ളതാണ്. 73 വയസ്സിൽ ആണ് അദ്ദേഹം സംഗീത ലോകത്തോട് വിട പറയുന്നത്. 3ാമത്തെ വയസ്സിൽ തുടങ്ങിയ സംഗീത സബരിയാണ് ഏതാണ്ട് 7 പതിറ്റാണ്ടോളം നീളുന്ന സംഗീത സബര്യ എന്ന് തന്നെ പറയാം. 12ാമത്തെ വയസ്സിൽ ആണ് പൊതുവേദിയിൽ സ്വതന്ത്ര
ആദ്യമായി തന്നെ തബല ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്നെ സംഗീത പരിപാടികൾ അവതരിപ്പിച്ച് തുടങ്ങിയത്. 1951 മുംബൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അതോടൊപ്പം തന്നെ ഈ സംഗീത രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ച മാറ്റങ്ങൾ വന്നപ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ച കലാകാരൻ കൂടിയായിരുന്നു. സാധാരണ വാദ്യമേളങ്ങൾക്ക് ചിട്ടാവട്ടങ്ങളുണ്ട്, അവിടെ പാരമ്പര്യമായി തന്നെ തുടരുന്ന സ്ഥിതിഗതികൾ ഉണ്ട്. യാഥാസ്ഥിതിക കാഴ്ചപ്പാടോടുകൂടി മാത്രം വാദ്യമേളങ്ങളെ നോക്കിക്കാണുന്നവർ ഉണ്ടായിരുന്നു. എന്നാൽ സക്കീർ ഹുസൈൻ അങ്ങനെ ആയിരുന്നില്ല. തബല എന്ന വാദ്യോപകരണത്തെ എങ്ങനെയൊക്കെ ജനകീയമാക്കാമോ, എവിടെയൊക്കെ അത് പ്രായോഗികമാക്കാമോ അവിടെയെല്ലാം തന്നെ അദ്ദേഹം തബലയെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ 2024 ഗ്രാമി പുരസ്കാരത്തിലും അദ്ദേഹം 3 പുരസ്കാരങ്ങൾ ആയിരുന്നു പങ്കുവച്ചത് എന്നതാണ് ആ കലാകാരൻ എത്രത്തോളം ഉന്നതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പ്രായത്തിലും, അതായത് ജീവിതത്തിൻ്റെ സായം സന്ധിയിലും മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിൽ ആണ് ഗ്രാമി പുരസ്കാരം പങ്കുവച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് സംഗീത വിരുന്ന് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ പലതവണയായി അദ്ദേഹം സംഗീത വിരുന്നിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ഫ്യൂഷൻ സംഗീത വിരുന്നുകളിൽ ഒക്കെ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാളികൾക്ക് സുപരിചിതമായ മുഖം കൂടിയാണ്. ഒരുപക്ഷെ ഈ 73-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പ്രായാധിക്യം ബാധിച്ച സക്കീർ ഹുസൈൻ്റെ മുഖത്തേക്കാൾ ഏറെ നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ ദൂരദർശനിൽ അടക്കം ഗാനങ്ങളുടെ ഭാഗമായി വരുമ്പോഴുണ്ടായിരുന്ന, ഇപ്പോഴും ഞങ്ങളുടെ സ്ക്രീനിൽ തബലമാന്ത്രികന് വിട നൽകുന്ന ആ ചിത്രം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ആ ചിത്രമാണ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ. അതായത് അരങ്ങിൽ അഴകായി തീർന്നിരുന്ന ഒരാൾ തബലവാദനത്തെ കൂടുതൽ ജനകീയമാക്കുക, തബലവാദനത്തിൽ ആസ്വാദകനെ പിടിച്ചിരുത്തുക, അങ്ങനെ ഒരു കലാരൂപം എങ്ങനെയാണോ പ്രേക്ഷകന് ആസ്വാദകരമാകേണ്ടത് അതിന് എല്ലാമുള്ള പൊടിക്കൈകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു.